പാതിവില തട്ടിപ്പ് കേസിൽ ED അന്വേഷണം ഊർജിതമാക്കുന്നുവെന്ന് വിവരം ലഭിച്ചു. മുഖ്യപ്രതി അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ ജയിലിലെത്തി ED ചോദ്യം ചെയ്തു. കേസിൽ കൂടുതൽ അറസ്റ്റും കണ്ടുകെട്ട നടപടികളും ഉടൻ ഉണ്ടാകും എന്നുകൂടി വിവരമുണ്ട്. വിപിൻ സി വിജയൻ അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. വിപിൻ, ED സോഴ്സ് എന്താണ് പറയുന്നത്? SKN കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലൊന്ന് അതാണ് പാതിവില തട്ടിപ്പ് കേസ്. ആ കേസിൽ കുറച്ചുകൂടി ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുന്നു, നടപടികളിലേക്ക് ED കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണനെ, അദ്ദേഹം ഇപ്പോൾ മൂവാറ്റുപുഴ ജയിലിലാണ്. ഈ മൂവാറ്റുപുഴ ജയിലിലെത്തി ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരിക്കുന്നു, കൂടുതൽ വിവരശേഖരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിന്റെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക്, ഒപ്പം തന്നെ ECIR കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടായിരുന്നു EDയുടെ അന്വേഷണം. അപ്പോൾ അതുപ്രകാരമുള്ള ഒരു അറസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ED ഊർജിതമായി തന്നെ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേഷൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. കേരള ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ 500 കോടിയോളം രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് വിലയിരുത്തലുള്ളത്. കേരളത്തിലാകെ തന്നെ 1700ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാതി വിലയ്ക്ക് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, മറ്റ് കാർഷിക സാധനങ്ങളെല്ലാം തന്നെ നൽകാം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 50,000-ഓളം വരുന്ന, കൂടുതലും സ്ത്രീകളാണ്, അത്രയും ആളുകളെ പറ്റിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു സ്വഭാവമുള്ളത്. അതിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ പ്രധാന പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണനെ ED ജയിലിലെത്തി ചോദ്യം ചെയ്തിരിക്കുന്നു. കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. ഇനി ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ ഉൾപ്പെടെയുള്ളവയിലേക്കായിരിക്കും അടുത്ത EDയുടെ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്യുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.